എത്ര നടന്നിട്ടും തടിയും പ്രമേഹവും ഒന്നും കുറയുന്നില്ലെന്ന് പരാതിപ്പെടുന്നവരുണ്ട് നമുക്ക് ചുറ്റും. ഇന്നത്തെ കാലത്ത് തടി കുറയ്ക്കാൻ നോക്കുന്ന ഭൂരിപക്ഷവും തടി കൂട്ടാൻ നോക്കുന്ന ന്യൂനപക്ഷവുമാണ്. മോശം ഭക്ഷണ രീതികളും അമിതാഹാരവുമെല്ലാം വ്യാപകമായതിനാൽ തന്നെയും വ്യായാമത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മിക്കവാറും പേർ ബോധവാന്മാരാണ്. തടി കുറയ്ക്കുക എന്നത് സൗന്ദര്യത്തിന് എന്നതിനേക്കാൾ ഉപരി ആരോഗ്യത്തിന് പരമപ്രധാനമാണ്. തടി കുറയ്ക്കാനുള്ള മുഖ്യ വഴികളിലൊന്നാണ് വ്യായാമം. വ്യായാമം പല രൂപത്തിലുമുണ്ട്. ഇതിൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന, കൂടുതൽ പേരും അവലംബിക്കുന്ന ഒന്നാണ് നടക്കുക എന്നത്. നടക്കുന്നത് നല്ലൊരു വ്യായാമം തന്നെയാണ്. എന്നാൽ ധാരാളം നടന്നിട്ടും തടി കുറയുന്നില്ലെന്ന പരാതിയുള്ളവർ ധാരാളമുണ്ട്. തടി കുറയുക എന്ന ഉദ്ദേശത്തോടെ ധാരാളം നടക്കുന്നുമുണ്ടാകും. തടി മാത്രം കുറയുന്നില്ലെന്നാകും അവരുടെയൊക്കെ പരാതി. നടക്കുന്നതിന് ഗുണമില്ലെന്ന ചിന്ത ഇതോടെ വരുന്നവരുമുണ്ട്. ഫലം കാണാതാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവിക ചിന്തയാണിത്. വാസ്തവത്തിൽ നടക്കുന്നത് നല്ല വ്യായാമമെങ്കിലും ഇത് തടി കുറയ്ക്കാൻ കാര്യമായ ഗുണം നൽകുന്നില്ലെന്നതാണ് വാസ്തവം. ഇതിന് പല കാര്യങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. പ്രമേഹ രോഗികൾ വർദ്ധിച്ചു വരുന്ന സമൂഹമാണ് ഇന്നത്തേത്. ചെറുപ്പക്കാരിൽ പോലും ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. ഇതിന് പരിഹാരമായും നടക്കുന്നവരുണ്ട്. ഷുഗർ കുറയാൻ വേണ്ടി നടക്കുന്നവരാണ് കൂടുതൽ. എത്ര നടന്നിട്ടും ഷുഗർ കുറയുന്നില്ലെന്ന പരാതിയുള്ളവരുമുണ്ട്. ഡോക്ടർ പറഞ്ഞതുപോലെ വ്യായാമ രൂപത്തിൽ നടക്കുന്നുണ്ടല്ലോ, എന്നിട്ടും ഗുണം ലഭിക്കുന്നില്ല എന്ന ചിന്തയാകും പലർക്കും. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാലുകളാണ് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പർ ബോഡി അഥവാ ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് കാര്യമായിട്ടുള്ള ഗുണം ലഭിക്കുന്നില്ല നമ്മൾ നടക്കുന്നത് കൊണ്ട്. കാലിൻ്റെ മസിലുകളാണ് നടക്കുമ്പോൾ ഉപയോഗിക്കപ്പെടുന്നത്. ശരീരത്തിൻ്റെ മുകൾ ഭാഗമാണ് കൂടുതലായിട്ടും ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത്. കാലുകൾക്ക് ഗ്ലൂക്കോസിൻ്റെ ആവശ്യം വരുന്നത് താരതമ്യേന കുറവാണ്. അപ്പർ ബോഡി മസിലുകളാണ് കൂടുതലായിട്ടും ഗ്ലൂക്കോസ് ഉപയോഗിക്കുന്നത്. അതിനാൽ തന്നെ അപ്പർ ബോഡിക്ക് വേണ്ടിയുള്ള വ്യായാമം ചെയ്താലേ പ്രമേഹവും ഒപ്പം നമ്മുടെ തടിയും ഒക്കെ കാര്യമായിട്ട് കുറയുകയുള്ളൂ. പ്രമേഹത്തിനായിട്ട് ഗ്ലൂട്ട്4 ഇൻഡ്യൂസിങ് വ്യായാമങ്ങൾ ചെയ്യുന്നതാണ് ഗുണം നൽകുക. അതായത് ശരീരത്തിൻ്റെ മുകൾ ഭാഗത്തിന് ലഭ്യമാകുന്ന വ്യായാമം, വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലുള്ളവ ഇതിന് നല്ലതാണ്. ദിവസവും കൈകളിൽ എന്തെങ്കിലും ഭാരമെടുത്ത് 30 തവണ ഇത് ചെയ്യുന്നത് കാര്യമായിട്ടുള്ള ഗുണം നൽകും. ഗ്ലൂട്ട്4 എക്സസൈസുകൾ കൈയിലെ പേശികളെ നല്ല രീതിയിൽ ചലിപ്പിക്കുന്നു. ഇത് പ്രമേഹം കുറയ്ക്കാനായിട്ട് ഇടയാക്കും. ഇതിനൊപ്പം ഷുഗർ രോഗികളിൽ കണ്ടുവരുന്ന അമിതവണ്ണവും ഇതിലൂടെ പരിഹരിക്കപ്പെടും. ഇത്തരം വ്യായാമം ദിവസവും 20 മിനിറ്റ് നേരം ചെയ്യുന്നത് 1 മണിക്കൂർ നടത്തത്തിന് തുല്യമാണ്. തടി കുറയ്ക്കാൻ, വയറ് കുറയ്ക്കാൻ എല്ലാം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവശ്യമായ വ്യായാമങ്ങൾ ചെയ്യണം. ക്രഞ്ചസ്, കാർഡിയോ ഇതെല്ലാം തന്നെ അതിനായിട്ട് ഗുണം നൽകും. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാനോ അല്ലെങ്കിൽ പ്രമേഹം കൺട്രോൾ ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് നടക്കാനായിട്ട് മാത്രം ശ്രമിക്കാതെ ഇങ്ങനെയുള്ള എക്സസൈസുകളും കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നടത്തത്തിനേക്കാട്ടിൽ കൂടുതലായിട്ട് ഫലം നൽകാനായിട്ട് ഇവയൊക്കെ നമ്മളെ സഹായിക്കും.